അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ വിധിക്കുന്നു, വിധിക്കുന്ന നീ അത് തന്നെ ചെയ്യുന്നുവല്ലോ. അപ്പോസ്തലനായ പൗലോസ് റോമക്കെഴുതിയ 2-ാം ലേഖനത്തിൽ എഴുതി വെച്ച തൻ്റെ വചനമാണ് ഇവ. നമ്മുടെ ചുറ്റുമുള്ളവർ അബദ്ധത്തിൽ തെറ്റുകൾ സംഭവിക്കുമ്പോൾ നമ്മൾ അവരെ കുറ്റം വിധിക്കുകയും അതേ തെറ്റ് അല്ലെങ്കിൽ മറ്റൊരു തെറ്റ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മുടെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടാണ് അത് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് പറഞ്ഞ് അതിനെ നിസാരവൽക്കരിക്കുന്നവരാണ് നമ്മളിൽ പലരും. ദൈവം നമ്മളോട് പറയുന്നൊരു കാര്യം, ആരെയും വിധിക്കരുത്. നമുക്കറിയാം, ഈ ലോകത്തിൽ ഒരു തെറ്റ് ചെയ്ത് കേസും കാര്യങ്ങളൊക്കെ കടന്നു വരുമ്പോൾ കോടതി ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു വിധി പുറപ്പെടും. അത് അന്തിമമായിരിക്കും. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുമ്പോൾ അതൊരു വിധിയായി അവരുടെ ജീവിതത്തിൽ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും മറ്റുള്ളവരെ വിധിക്കാനുള്ള അധികാരം ദൈവം നമുക്ക് നൽകിയിട്ടില്ല. മറ്റുള്ളവരെ കുറ്റം പറയുന്ന നമ്മൾ എത്ര തവണ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് നമ്മൾ ചിന്തിക്കണം. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ആ വ്യക്തി ആ കുറ്റത്തിൽ നിന്ന് മാറണമെന്ന ഹൃദയത്തിൽ ആത്മാർത്ഥമില്ലാത്ത ഒരു വ്യക്തിക്കും ആ വ്യക്തിയെ കുറ്റം പറയാനുള്ള അവകാശവും ഇല്ല. ഈ പകൽക്കാലം നിങ്ങളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത്, ആരെയും വിധിക്കരുത്. ഇവൻ നന്നാകത്തില്ല, ഇവന്റെ സ്വഭാവം ഇനി മാറത്തില്ല, ഇവന്റെ സാഹചര്യം ഇനി മാറത്തില്ല, ഇവൻ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഇവന്റെ ജീവിതത്തിൽ അങ്ങനെ വന്നത് എന്ന് പറഞ്ഞ് ഒരു വ്യക്തിയെ വിധിക്കുവാനുള്ള അധികാരം സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയിട്ടില്ല. ഈ പകൽക്കാലം ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി പാപത്തിൽ ഒരു മനുഷ്യൻ കിടക്കുന്നത് കണ്ടാൽ അവനെ കുറ്റം വിധിക്കാതെ, കഴിയുമെങ്കിൽ അവന്റെ കുറ്റം അവനെ ബോധ്യപ്പെടുത്തി അവന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അവന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.